റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി KSU തർക്കത്തിൽ VD സതീശനെ തള്ളി ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശരിയായില്ല എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ നടത്തിയ പോരാട്ടം മറക്കാൻ പാടില്ല എന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പോഷക സംഘടനകൾ പൊതു ഇടങ്ങളിലല്ല പറയേണ്ടതെന്നും ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നു. KSUവിന് അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല എന്നും പരാതി പരിശോധിക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. KSU ആൾക്കാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പരാതി പരിഹരിക്കും, പരിശോധിക്കും. അത് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. KSUക്കാർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ചില രീതികളുണ്ട്, അത് മുഖ്യമന്ത്രിയെ കണ്ടവർക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയെ കണ്ടാൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് അദ്ദേഹം ഉൾക്കൊള്ളുമല്ലോ. ഇടതുമുന്നണിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്, മുന്നണി കൂടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഇത്തരം പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിലില്ല. അതേസമയം തർക്കം KSUവിൽ പരസ്യപ്പോരിലേക്ക് എത്തി. KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് അടക്കം ഒരു വിഭാഗം VD സതീശനെ അനുകൂലിച്ച് രംഗത്തെത്തി. VD അനുകൂലികൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. നോബിൾ മാരിക്കാരനും സജോ ദേവസ്യം വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? ഹൈക്കമാൻഡിലേക്ക് ആരാണ് ഈ വിഷയം എത്തിച്ചത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനാകുന്നത്? സ്മൃതി, സംസ്ഥാനത്ത് ഇപ്പോൾ KSU മുഖ്യമന്ത്രിയും തമ്മിൽ തുടരുന്ന തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSUവിന്റെ ഭാഗത്തുനിന്നടക്കം പല ആളുകളും മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കമാൻഡിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി. ഇമെയിലായി പല പരാതികളും എത്തിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തിൽ നമ്മൾ ഹൈക്കമാൻഡ് ചില നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പ്രതികരണമായി ഇക്കാര്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയാണ് KSU. അത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനകൾ ഒന്നാണ്. ഈ സംഘടനയെ പൂർണ്ണമായും തള്ളി പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നാണ് ഇതിൽ ഒരു പ്രതികരണമായി വരുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തേണ്ട ആളുകൾ ഇത്തരത്തിൽ തള്ളി പറയുമ്പോൾ അത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും. ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേർക്കെതിരായ വികാരമായിരിക്കാം അങ്ങനെ പറഞ്ഞത്, പക്ഷെ അതൊരു പൊതുവികാരമായി മാറുന്നു. വലിയ തരത്തിൽ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാവരെയും ഒപ്പം നിർത്തേണ്ട ആളാണ് മുഖ്യമന്ത്രി. അത്തരത്തിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന നേതാക്കൾ അതിന് ഉത്തരവാദിത്തത്തോടെ പെരുമാറണം എന്നാണ് ഇതിൽ ഒരു നിരീക്ഷണമായി വരുന്നത്. അതോടൊപ്പം തന്നെ KSU അടക്കമുള്ള പോഷക സംഘടനകൾ കോൺഗ്രസിന് വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോരാട്ടങ്ങളെ ഒരു കാരണവശാലും അവിസ്മരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ നിലവിലത്തെ സർക്കാരിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ആ സർക്കാരിന്റെ പ്രതീക്ഷ ഇല്ലാതാക്കുന്ന നടപടി പോഷക സംഘടനകളുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് പാർട്ടി വേദികളിലാണ്, അല്ലാതെ പൊതു ഇടങ്ങളിലോ മാധ്യമങ്ങളിലോ അല്ല എന്ന മുന്നറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർദ്ദേശം കൂടി ഹൈക്കമാൻഡിൽ വന്നിരിക്കുന്നു അല്ലേ നോബിൾ? സ്മൃതി, അത് നിർദ്ദേശമായി എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഇനിയും ഇത്തരത്തിൽ മോശം സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പരസ്യ പ്രതികരണങ്ങൾ പൂർണ്ണമായും വിലക്കിക്കൊണ്ട് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിർദ്ദേശം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ ഈ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നേതാക്കളുടെ അഭിപ്രായങ്ങളാണ് നേതാക്കൾ നമ്മോട് പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒരുപക്ഷേ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി VD സതീശൻ ദില്ലിയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ദില്ലിയിൽ നടക്കാറുണ്ട്. ആ ഘട്ടത്തിൽ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്താണെങ്കിലും KSUവിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ നടപടി അത് ശരിയായില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് പരസ്യമായി തള്ളിപ്പറഞ്ഞ നടപടി ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പലരും അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി, സജോ ദേവസിലേക്ക്. സജോ, ഇപ്പോൾ എറണാകുളത്ത് KSU പരസ്യപ്പോരിലേക്ക് നീങ്ങിയിരിക്കുകയാണോ? VD സതീശനെ അനുകൂലിക്കുന്ന, മുഖ്യമന്ത്രി അനുകൂലിക്കുന്ന ഒരു വിഭാഗം, അലോഷ്യയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം, ഇന്നിപ്പോൾ DCC ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടല്ലോ. എന്താണ് അതിൽ എഴുതിയിരുന്നത്? പോരിപ്പോൾ ഏത് ഘട്ടത്തിലേക്ക് നീങ്ങുന്നു സജോ? സ്മൃതി, ആദ്യം കോൺഗ്രസിലെ വക്താക്കളുടെ അഥവാ ടെലിവിഷൻ ചർച്ച പാനലിസ്റ്റുകളുടെ പരസ്യപ്പോരായിരുന്നു നടന്നത്. അതിപ്പോഴിതാ KSUവിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. അലോഷ്യസ് സേവ്യറിനെ, സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെ പിന്തുണച്ചും എതിർത്തുമുള്ള നിലപാട് KSUവിൽ നിന്ന് പുറത്തു വരുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ VD സതീശനെ അനുകൂലിക്കുന്ന KSUവിലെ നേതാക്കളും പരസ്യമായ നിലപാടുമായി രംഗത്ത് വരുന്നു എന്നതാണ്. ഇതിനിടെ അലോഷ്യസ് സേവ്യറിനെ പിന്തുണച്ച് എറണാകുളം DCC ഓഫീസിന്റെ മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ആ പോസ്റ്റർ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്: KSUക്കാരെ തല്ലിച്ചതച്ചവരുടെ നിയമനത്തിൽ KSUവിന് കാര്യമുണ്ട്. ചരിത്രം മറക്കാൻ ഞങ്ങൾ തയ്യാറല്ല, നിങ്ങളെ അനുവദിക്കുകയുമില്ല എന്ന നിലപാടാണ്
സ്വീകരിക്കുന്നത്. അതായത് വി.ഡി. സതീശന്റെ KSU പരാമർശത്തിൽ അലോഷ്യസ് സേവ്യറിനെ പിന്തുണച്ചുകൊണ്ടുള്ള ശക്തമായ നിലപാട് ഒരു വിഭാഗം സ്വീകരിക്കുന്നു. അപ്പോൾ മറുവിഭാഗം പക്ഷേ അതങ്ങനെയല്ല എന്ന നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരുന്നു. അതൊരു പരസ്യ പോരായി മാറുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഒടക്കാലി അടക്കം ഒരു വിഭാഗം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ ആസൂത്രിത നീക്കം എന്നാണ് KSUവിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാടിൽ എന്താണ് തെറ്റ് എന്നാണ് KSUവിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ചോദിക്കുന്നത്. അതായത് മുൻകാല രാഷ്ട്രീയ നിലപാടുകൾ തിരുത്തി KSUവിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കേസുകൾ കൈകാര്യം ചെയ്യുന്നവരെ ലീഡർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് തെറ്റ് എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ ചോദിക്കുകയാണ്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് വി.ഡി. സതീശന്റെ KSU പരാമർശം ഒപ്പം ലീഡർ നിയമന വിഷയത്തിലുമൊക്കെ മുഖ്യമന്ത്രിയെ അനുകൂലമായി അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ ആവർത്തിച്ച് വിശദീകരിക്കുകയാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആ നിലപാട് വിശദീകരിക്കുന്നു. അത് വാർത്താ സമ്മേളനം വിളിച്ചുകൂടി വ്യക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ അതിന്റെ ഭാഗമായാണ് അവർ എറണാകുളം DCC ഓഫീസിൽ അല്പസമയങ്ങൾക്കകം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുള്ളത്. ആ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ SFI-കാരനായിരുന്നു. ആ SFI പശ്ചാത്തലമുള്ള ആളാണ് ലീഡർ നിയമനത്തിൽ വന്നത്. പിന്നീട് ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് മാറി കോൺഗ്രസുമായും മറ്റും സഹകരിക്കുന്നുണ്ടെന്നൊക്കെയാണ് ആ കാര്യത്തിൽ, അതായത് അലോഷ്യസ് അടക്കം, അതായത് തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി അടക്കം വിമർശനം ഉന്നയിച്ച വ്യക്തിയുടെ കാര്യമാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസുമായി സഹകരിക്കുന്നുണ്ടെന്നൊക്കെയാണ് അതിന് ന്യായീകരണമായി വിശദീകരിക്കുന്നത്. അത് കോൺഗ്രസിനകത്തെ നേരത്തെ ഇതിനകത്ത് രൂപപ്പെട്ട ഒരു നാരേറ്റീവ് എന്നത് നേരത്തെ തന്നെയും വി.ഡി. സതീശൻ പക്ഷത്തെ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ KC അനുകൂല ചേരിയിൽ നിന്നുണ്ടാകുന്ന ഒരു ആസൂത്രിത നീക്കം പ്രത്യക്ഷമായി തന്നെ പ്രതികരണം വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നോബിൾ മാരിക്കാരനും ഒപ്പം സജു ദേവസ്യമാണ് വിവരങ്ങൾ നൽകിയത്.